ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പോകുന്നത് നേരെ അബുദാബിയിലേക്കാണ്. അൽ വദ്ബ ഫെസ്റ്റിവലിന്, ഷെയ്ഖ് സായദ് ഫെസ്റ്റിവൽ എന്നും ഇതിനെ പറയും. UAE നാഷണൽ ഡേക്ക് കാര്യമായ പരിപാടി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായത്. ഈ റോഡിൽ കാണുന്ന ഈ ഒരു ഡെക്കറേഷൻസ് ഭയങ്കരം തന്നെയായിരുന്നു. ഒരു വരത്തിനൊരു ഫീലായിരുന്നു ഈ റോഡിലൂടെ പോകാൻ വേണ്ടിയിട്ട്. അത്രയും സൂപ്പറായിരുന്നു. അങ്ങനെ ഒരു 1.5 മണിക്കൂർ യാത്രയും പിന്നെ അരമണിക്കൂർ കട്ട ട്രാഫിക്കിൽ നിന്നതിന് ശേഷം നമ്മൾ നേരെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തി. ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ സൂചി കുത്താൻ സ്ഥലമില്ല എന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു. പാർക്കിംഗ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായത് ഏകദേശം 1.5-2 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അങ്ങനെ നമ്മൾ കാറും പാർക്ക് ചെയ്തതിന് ശേഷം നേരെ ഇതിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എൻട്രി ടിക്കറ്റായ 10 ദിറം കൊടുത്തിട്ടുണ്ടായിരുന്നു. 5 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് 10 ദിറമാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോയി. മാത്രമല്ല, എൻറ്റർ ചെയ്യുന്ന ആ സ്ഥലത്ത് ഫാമിലി ആണെങ്കിൽ മാത്രമേ ഇവരകത്തേക്ക് കടത്തി വിടുന്നുണ്ടായിട്ടുള്ളൂ. ഉള്ളിൽ ശരിക്കും ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. കാരണം മൊത്തം കളർഫുള്ളായിട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലം ദുബായിലെ ഗ്ലോബൽ വില്ലേജിനെ പോലെയാണ്. പക്ഷെ കാര്യമായിട്ട് എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, റഷ് ഉള്ളത് കാരണം. പിന്നെ ഇതിനകത്ത് ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പ്രത്യേക ഒരു സെക്ഷൻ. അതിനകത്ത് കയറിയപ്പോൾ തന്നെ അറബിക് ഡാൻസ് ഇതുപോലെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഈ കാണുന്നത് പോലെ തന്നെ കുട്ടി കുട്ടി ഷോപ്സ് ഉണ്ടായിരുന്നു. അതായത് ഊത്, ക്ലോത്തിങ്, പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെയുള്ള ഷോപ്പ്, ചെറിയ ചെറിയ ഷോപ്സ് ആയിരുന്നു ഇത്. പിന്നെ ഈ കാണുന്നത് പോലെ തന്നെ ഫ്രണ്ടിൽ ഈ ഒരു പോർഷനിൽ ഒരു വാട്ടർ ഫൗണ്ടൻ ഷോ പോലെയും ഉണ്ടായിരുന്നു. പിന്നെ അത്രയും റഷ് ഉള്ളത് കാരണം ആ ഒരു ഏരിയൻ്റെ അകത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റിയിരുന്നുണ്ടായില്ല, ദൂരത്തുനിന്ന് കാണുകയാണ് ചെയ്തത്. ഇവിടെ ഈ ഒരു ഏരിയയിൽ ഈ കാണുന്നത് പോലെ തന്നെ മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൻ ഷോ ഉള്ളതല്ലാതെ ഈ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ മേലെ പലതരം ലൈറ്റ്സ് അടിച്ചിട്ട് ലൈറ്റ്സ് ആൻഡ് ലേസർ ഷോ പോലെയും ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സമയത്തേക്ക് ഈ ഒരു ലേസർ ഷോവും മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടനും ഉണ്ടായിരുന്നു. പിന്നെ ഇത് റിപ്പീറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു 10-20 മിനിറ്റിനുള്ളിൽ 3ാമത്തെ പ്രാവശ്യമായിരുന്നു സെയിം ഷോ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായത്. അങ്ങനെ ആ ഒരു ഷോ കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് ഈ കാണുന്നത് പോലെ തന്നെ ഒരു അടിപൊളി ഡ്രോൺ ഷോ ആയിരുന്നു. നമ്മൾ ഇതിന് മുന്നേയും JBRലൊക്കെ വെച്ച് ഡ്രോൺ ഷോ കണ്ടിട്ടുണ്ട്. അതൊക്കെ സ്റ്റിൽ ഇമേജസ് പോലത്തെ ആയിരുന്നു, മൂവിങ് ഐറ്റംസ് കുറവായിരുന്നു. പക്ഷേ ഇവിടെ അതിനേക്കാളും എല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രോൺ ഷോ ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായത്. വീഡിയോയിൽ എത്രത്തോളം ക്ലിയറിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേങ്കിൽ നേരിട്ട് കാണുമ്പോൾ അതൊരു രക്ഷയില്ലാത്ത ലുക്കായിരുന്നു. നമ്മളെല്ലാവരും അതിശയപ്പെട്ടു പോകും, ഇതെങ്ങനെയാണ് ഇത്രയും അടിപൊളിയായിട്ട് ഇവരിത് ചെയ്തെടുക്കുന്നതെന്ന്. ഈ ഒരു ഡ്രോൺ ഷോ ഏകദേശം ഒരു 20 മിനിറ്റോളം ഉണ്ടായിരുന്നു. UAEൻ്റെ നാഷണൽ ഡേ പ്രമാണിച്ച് തന്നെ പ്രത്യേകതര ഒരു ഷോ ആയിരുന്നു ഇത്. ഏകദേശം ഒരു 9:40 ആകുമ്പോഴായിരുന്നു ഈ ഒരു ഡ്രോൺ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. പിന്നെ 10 മണിയാകുമ്പോഴത്തേക്ക് കൗണ്ട് ഡൗൺ വരാൻ വേണ്ടി തുടങ്ങി. കൗണ്ട് ഡൗൺ കഴിഞ്ഞ പാടന്നെ ഏറ്റവും മെയിൻ ഹൈലൈറ്റായ UAE നാഷണൽ ഡേ സ്പെഷ്യൽ ഫയർ വർക്ക്സും തുടങ്ങി. ഈ ഫയർ വർക്ക്സ് ആയാലും ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഇയറൊക്കെ നമ്മൾ ദുബായിൽ വെച്ചിട്ട് തന്നെയാണ് കണ്ടിട്ടുണ്ടായത്. എല്ലാം നോർമൽ ആയിട്ടുള്ളതായിരുന്നു. പക്ഷേങ്കിൽ അബുദാബീൻ്റെ വേറെ ലെവലായിരുന്നു സത്യം പറഞ്ഞാൽ. ഒരു 5 മിനിറ്റ് ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പൂരത്തിനും അതിനൊക്കെ ഉണ്ടാകുന്ന ആ ഒരു വെടിക്കെട്ട് പോലെയായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെക്കൻഡ് പോലും നിർത്താതെയായിരുന്നു ആ ഒരു ഫയർ വർക്ക്സ് മൊത്തമായിട്ടുണ്ടായത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടു നോക്കൂ എത്രത്തോളം മനോഹരമായിരുന്നു ഈ ഒരു ഫയർ വർക്ക്സ്.
അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു അടിപൊളി എന്നല്ല ഒരു തകർപ്പൻ നാഷണൽ ഡേ സെലിബ്രേഷൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.